ഹലോ ഗൈസ്, അമ്മ രാവിലെ പണിക്ക് പോകാനുള്ള തിരക്കിലാട്ടോ. അമ്മേൻ്റെ വീഡിയോ ഉൾപ്പെടുത്താത്തതിലുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര മടിയാണ്. ബേബി ഇത് അർബാനിയും തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പായസമൊക്കെ ആയിട്ട് പോകാനുള്ള ടൈമായി. ഒരാൾക്ക് കഷ്ടി നടന്നു പോകാൻ പറ്റിയ വരമ്പിലൂടെയാണ് ഞാൻ ഈ അർബാനിയും തള്ളിക്കൊണ്ടുള്ള പോക്ക്. എൻ്റെ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ കഴിഞ്ഞ് വേണം തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്താൻ. അങ്ങനെ ഞാൻ ക്ഷേത്ര പരിസരത്ത് ഇന്നത്തെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പാച്ചുവും പായസം വിൽക്കാൻ വന്നതുകൊണ്ട് ഞാൻ അവനെ ഏൽപ്പിച്ച് നേരത്തെ ക്ഷേത്ര ദർശനത്തിന് പോവാണ്. ദർശനത്തിന് ഇപ്പോൾ പോകേണ്ട വഴി കിഴക്കേ നട വഴിയാട്ടോ. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പ്രസാദം കിട്ടിയത് കൽപ്പാത്തിയിലെ വെള്ളവും വെച്ച് അലിയിച്ച് ഇതൊരു കുറി തൊട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ ഇക്കാണുന്ന കരിങ്കൽ തൂണുകളാണ്. ക്ഷേത്ര പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചു കേട്ടോ. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ പായസം ഈ കാണുന്ന ഭാഗത്തായിട്ട് കാണാം. പിന്നെ ഇത് പാർക്കിംഗ് ഏരിയ കേട്ടോ. പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ദേവസ്വത്തിൻ്റെ ലോഡ്ജ് കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നേരെ പോയിട്ട് ഇതാ ഒരു മസാല ദോശ കഴിച്ചു. ഈ ഒരു ക്ഷേത്രം ഇത്രയും ഫേമസ് ആവാൻ കാരണം ഇവിടെ ബലിതർപ്പണം നടക്കുന്നതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ പിതൃതർപ്പണം എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ കച്ചവടം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫോളോവേഴ്സൊക്കെ ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ, പായസം കുടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇവരുടെ മകൻ പറഞ്ഞ വഴിയാണ് നമ്മുടെ പായസം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഓരോരുത്തർ വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് വാങ്ങി അത് നേരെ ബോബിക്ക് കൊണ്ടുകൊടുത്തു കേട്ടോ. ബോബി ഉറക്കം കഴിഞ്ഞ പാടും വന്നതേ ഉള്ളൂ. ബേബി ആണെങ്കിൽ മുഖം പൊത്തി നടക്കുക. സൗന്ദര്യവർദ്ധനവിന് കുറച്ച് തക്കാളി തേച്ചാണ്. ഇന്നത്തെ ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ.